മാക്കൂട്ടത്തെ ഇലക്ഷന് ഈ പ്രാവശ്യം UDF ക്യാമ്പിൽ ഇല്ല എങ്കിൽ കൃത്യമായിട്ടും പറയുന്നു VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഈ പ്രാവശ്യം നിയമസഭയിലേക്ക് എത്തില്ല. അത് കൃത്യമായിട്ടുള്ള സന്ദേശമാണ്, പൊതുസമൂഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ്. പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ. ഞാനും ചില ലിസ്റ്റുകൾ പറയാം. ഗുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം. പ്രവീണിനെ ആദ്യം അടിച്ചത് ഇവിടുത്തെ DYSP ജയരാജ് എന്ന് പറയുന്നവനാ. ആ ബാരിക്കേഡിനകത്തുണ്ട് ജയരാജ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജനായിട്ടില്ല. നമസ്കാരം. നീതിബോധമുള്ള പൊതുസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ, ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഇതിനകത്ത് രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ മറ്റൊന്നും നോക്കേണ്ടതില്ല. ന്യായമായിട്ടുള്ളൊരു കാര്യം മാത്രം നോക്കുക. പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാക്കൂട്ടത്തിനോടുള്ള ഈ ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അഗ്രസീവാണോ ആള്, അതായത് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ഒരു വ്യക്തി എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട് രാഹുൽ മാക്കൂട്ടത്തെ പറ്റി. ഓരോ വിഷയത്തിലും വളരെ അഗ്രസീവായിട്ട് കാര്യകാരണങ്ങൾ സഹിതം എടുത്ത് പ്രതിപാദിച്ച് പൊതുസമൂഹത്തിൻ്റെ നന്മയെ കണക്കാക്കി വളരെ അഗ്രസീവായിട്ട് രംഗത്ത് അവതരിപ്പിക്കാൻ നല്ല കഴിവുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന ആ പരാതികളിൽ അതെല്ലാം ഫ്ലോപ്പായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ രാഹുൽ മാക്കൂട്ടത്തെ വിടാതെ ഇങ്ങനെ പിന്തുടരണമെങ്കിൽ, അതായത് ആ SSP എന്നൊരു വലിയൊരു കോക്കസ് അവർക്ക് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ആക്രമിച്ച് ഒതുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി രാഹുൽ മാക്കൂട്ടം കുറേ കൂടി അഗ്രസീവാണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ SSP എന്ന വിഭാഗം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതേ രീതിയിൽ ആ ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പീഡന പരാതികളെല്ലാം ഓൾറെഡി 3 ഫ്ലോപ്പായി നിൽക്കുന്നു, ജാമ്യം ലഭിച്ച് നിൽക്കുന്നു. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുക, ഉപരിക്കോടതികളിലേക്ക് പോകുക, ഇത്തരം കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ആ 1 പീഡന പരാതിക്കാരിയുടെ ആ ഒരു പരാതി സംബന്ധിച്ചിട്ട് നമ്മുടെ ഹൈക്കോടതിയാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയത്. അത് വളരെ അതിശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ വളരെ വിശദമായിട്ട് കോടതി കാര്യകാരണങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷം വളരെ വ്യക്തമായിട്ട് നൽകിയ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാക്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഈ പരാതിക്കാരി പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പരാതിക്കാരി എന്നത് ഒരു ലേബലാണെന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ SSP എന്നൊരു സംഘമാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ അടുത്ത് വരുന്നു, രാഹുൽ മാക്കൂട്ടം വീണ്ടും അതിശക്തമായിട്ട്, രാഹുൽ മാക്കൂട്ടം UDF നിരയിലുണ്ടെങ്കിൽ മാത്രമേ UDFന് ശക്തമായൊരു നിലയിലേക്ക് ഇപ്പോൾ ജയിച്ച് കയറി വരാൻ സാധിക്കൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ട് എന്ന് നിൽക്കെ ആ രാഹുൽ മാക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും UDF ക്യാമ്പിൽ വരുത്താതിരിക്കുക, അതിൻ്റെ ഉള്ളൊരു ഹിജൻ അജണ്ട അതാണ്. കാരണം ഈ വിഷയങ്ങൾ ഇങ്ങനെ ലൈവായി നിലനിർത്തുക. ഇലക്ഷൻ വരുന്നതോടുകൂടി, ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതെല്ലാം പോയി. പിന്നെ രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന ഒരു പേരിനെ പറ്റി പോലും കൂടെ ഇവരാരും പറയാൻ ഇഷ്ടപ്പെടില്ല ഈ കേസിനെ സംബന്ധിച്ചിട്ടൊന്നും. അതല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ഉദ്ദേശം ഇതിങ്ങനെ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ ലൈവാക്കി നിർത്തുക എന്നുള്ള ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അത് സുപ്രീം കോടതിയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഈ പരാതിക്കാരി പോലും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കോടതി ഈ കേസിൽ ജാമ്യം അനുവദിച്ച സമയത്ത് ഇതൊരു മിനി ട്രയൽ പോലെ എടുത്തിരുന്നു എന്നാണ് ഒരു ആരോപണമായിട്ട് പോലും കൂടെ സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ട്രയൽ പോലെ എടുത്തിരുന്നു, ഒരു മിനി ട്രയലാക്കി എടുത്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിനെ പറ്റി ഹൈക്കോടതി വളരെ ആഴത്തിൽ പഠിച്ചിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന എവിഡൻസുകളും സാക്ഷികളും മറ്റുള്ള എല്ലാ കാരണങ്ങളും ഹൈക്കോടതി വളരെ വിശദമായി
പരിശോധിച്ചതിന് ശേഷമാണ് രാഹുൽ മാക്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ അത് പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ഈ സുപ്രീം കോടതിയിലൊക്കെ അപ്പീലിന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുക. കാരണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ കേസ് ഒന്ന് കേൾക്കാം എന്ന് സുപ്രീം കോടതി സ്വാഭാവികമായിട്ട് മനസ്സ് വെക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അത്തരം ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതിനകത്ത് രാഹുൽ മാക്കൂട്ടം സൈക്കോപാത്താണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരെപ്പറ്റി എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇപ്പം പിണറായി വിജയൻ സൈക്കോപാത്താണെന്നോ നരേന്ദ്രമോദി സൈക്കോപാത്താണെന്നോ വേണമെങ്കിൽ പറയാം. എന്ന് പറയുന്നത് പോലെ വെറുതെ അങ്ങോട്ട് തട്ടിവിട്ടേക്കാണ് രാഹുൽ മാക്കൂട്ടം സൈക്കോപാത്താണ്. മറ്റൊരു രീതി പറയുകയാണ് സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള ബന്ധം. ആരാണ് സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള ബന്ധം? എനിക്ക് തോന്നുന്നത് ഈ പരാതിക്കാരികൾക്ക് വേണ്ടിയിട്ട് മുന്നണി പോരാളികളായിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് ഈ SSP സംഘം തന്നെ ഏകദേശം ഒരു 1/2 ഡസനോളം സ്ത്രീകളെ രംഗത്തിറക്കിയിരുന്നു. ആ സ്ത്രീകൾ ഓരോരുത്തരും നമുക്കറിയാം. ഒന്നൊരു നടിയാണ്, മറ്റൊരാളെന്ന് പറയുന്നത് ഏതോ ഒരു സാഹിത്യകാരിയാണ്, സാഹിതി സംഘത്തിൻ്റെ നേതാവാണ്, കോൺഗ്രസ് വക്താവാണ്, കോൺഗ്രസ് നേതാവാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ മൂന്നാമത്തെ ഒരാൾ മാധ്യമ പ്രവർത്തകയാണ്, ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്നു. ഇനിയും അടുത്ത ഒരാൾ പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയാണ്, എനിക്ക് ഇമോജി കാണുമ്പോൾ തലകറക്കം ഉണ്ടാകുന്ന ആളാണ് എന്ന് പറയുന്നു. ഇനി മറ്റൊരാൾ പറയുന്നു ഞാൻ പിരിയാരി MLA ഭാര്യയാണ്. പിരിയാരി എന്ന് പറയുന്നത് അങ്ങനെ ഒരു MLA ഒരു സ്ഥലമൊക്കെ ഉണ്ട്, നിയമസഭാ മണ്ഡലമൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പാലക്കാട്. അവിടുത്തെ MLA ഭാര്യയാണ്, ഞാൻ ഡോക്ടറാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് രാഹുൽ മാക്കൂട്ടം ബന്ധം പുലർത്താത്തത് കൊണ്ടാണോ ശരിക്കും പറഞ്ഞ്? കാരണം ഇത്തരക്കാരുമായിട്ടൊന്നും ബന്ധം പുലർത്താത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധരുമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇതിനകത്ത് ഓരോരുത്തരെയും നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നറിയാം. അതായത് ഈ വിഷയം സംബന്ധിച്ച് ആദ്യമേ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നടി എന്ന് പറയുന്ന സ്ത്രീ പറയുന്നു പെൺകുട്ടികൾ ഹോട്ടലുകളിൽ റൂം എടുക്കുന്നത് ഒന്ന് കെട്ടിപ്പിടിക്കാനും ഹഗ് ചെയ്യാനും ഒരു പ്രേമ സല്ലാപങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അതൊന്നും തെറ്റില്ല. പക്ഷെ അതിനപ്പുറം ഉള്ളതാണ് തെറ്റുള്ളത്. മറ്റൊരു രീതിയിൽ ആ നടി തന്നെ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു ജീവിത പങ്കാളി ഒരാൾ മാത്രമൊന്നുമല്ല, പല ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് ആസ്വദിച്ച് കഴിയുന്നതാണ് ഒരു ജീവിതത്തിനൊരു സുഖം എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആ നടി എന്ന് പറയുന്നതെന്ന് ആ നടി തന്നെ വളരെ വ്യക്തമായിട്ട് പൊതുമണ്ഡലത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വ്യക്തിയാണെന്ന് പറയുന്നു. അതുപോലെ സാഹിതീയ സംഘത്തിൻ്റെ എന്തോ ഒരു നേതാവാണെന്ന് പറയുന്നു, സാഹിത്യകാരിയാണെന്ന് പറയുന്നു. ആ വ്യക്തിയാണ് +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ താൻ വിവാഹിത ആയതും അല്ലെങ്കിൽ തനിക്ക് ട്യൂഷൻ നൽകിയിരുന്ന അധ്യാപകനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും വിവാഹിതയായതും ഗർഭിണിയായതും അതായത് 18 വയസ്സിന് മുമ്പ് തന്നെ. അതോടൊപ്പം തന്നെ പഠിച്ചിരുന്ന കോളേജിൽ IAS കിട്ടിയെന്ന് പറഞ്ഞിരുന്നതും പല കേസുകളിൽ പ്രതിയായിരുന്ന അറസ്റ്റ് വാറണ്ട് വരെ വന്നിരുന്നതും എന്താണെങ്കിലും ശരി ആ ഒരു വ്യക്തി. പിന്നെ മൂന്നാമത്തെ ഒരാളാണ് മാധ്യമപ്രവർത്തക. ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അമ്മ ഭൂമിയിലിരുന്ന് കരയുന്നു, കുട്ടികൾ സ്വർഗത്തിലിരുന്ന് കരയുന്നു, ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ സന്ദേശങ്ങളൊക്കെ നയിച്ച് എഴുതി മെസ്സേജുകളൊക്കെ പൊതുമണ്ഡലത്തിലേക്ക് നിരത്തി കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു സന്ദേശം മുഖ്യമന്ത്രി പങ്കെടുത്ത ചായക്കപ്പിൽ പോലും കൂടെ പ്രദർശിപ്പിക്കത്തക്കവണ്ണം പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത മാധ്യമപ്രവർത്തക എന്നുള്ള ഒരു ലേവലൊക്കെ ഉള്ള ഒരു സ്ത്രീ. പിന്നെ മറ്റൊരാളാണ് ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു സഹയാത്രിക. ഇമോജി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക. അവരാണെങ്കിലും പറയുന്നു അവരുടെ ഫാമിലി ലൈഫെല്ലാം അവർ തന്നെ പറയുന്നു ഡിവോഴ്സായി നിൽക്കുകയാണ് എന്നൊക്കെ അവരും തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി അവരുടെ ആ ഒരു ക്യാരക്ടറെ സംബന്ധിച്ച് അവരും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആളാണ് രാഹുൽ മാക്കൂട്ടം തോൽപ്പിച്ച മറ്റൊരു പ്രതിയോഗിയുടെ ഭാര്യയായിരിക്കുന്ന അല്ലെങ്കിൽ പിരിയാരിയുടെ MLA ആണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ. അപ്പോൾ ഇത്തരം ആൾക്കാരുമായിട്ട് രാഹുൽ മാക്കൂട്ടം സമ്പർക്കം പുലർത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ മാക്കൂട്ടം സാമൂഹ്യ വിരുദ്ധരുമായിട്ട് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിലേക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. ഓക്കെ, അത് സുപ്രീം കോടതി പരിശോധിക്കട്ടെ, നമുക്കിപ്പോൾ അങ്ങനെയെല്ലാം പറയാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 10ഓളം ഇത്തരം പീഡന കേസുകൾ
രാഹുൽ മാക്കൂട്ടം ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടാണ് അറിവ് എന്ന്. അതെങ്ങനെ അങ്ങനെ അറിവ്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ അത് പരാതി വരുന്നില്ല? പോലീസിൽ ഇതുവരെ ഈ 3 പരാതിയല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ കഥകളാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് എഴുതി കൊടുക്കുന്നത്. ഏതായാലും അതിനകത്ത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വരെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതും കഥകളാണ്, ഇവരുടെ കയ്യിലൊന്നും തെളിവില്ല. ഏതായാലും 60 വയസ്സിന് മുകളിലുണ്ടെന്നുള്ളതൊന്നും കഥകളിൽ വരാഞ്ഞ് നന്നായി. നേരത്തെ അങ്ങനെ ഒരു കഥ കേട്ടായിരുന്നു. കാരണം കഥകൾ ഇങ്ങനെ എത്ര വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എഴുതാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഈ SSP സംഘം അതിശക്തമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ കേസ് ഈ ഹൈക്കോടതിയിൽ വളരെ വിശദമായിട്ട് വാദം കേൾക്കുകയും കോടതി അത് വളരെ ക്ലിയറായിട്ട്, അതായത് ഇവർ പറഞ്ഞിരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ബലാത്സംഗം എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ആ ബലാത്സംഗം ഇല്ല എന്നുള്ളത് കോടതി ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10/2/2026 കോടതി ആ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കി പുറപ്പെടുവിച്ചിരിക്കുന്ന ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ 1ാം പീഡന പരാതിക്കാരി നമുക്കറിയാം, നമുക്ക് അവരുടെ ഐഡിയ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ട പ്രകാരമാണെങ്കിലും അവർ ഭർത്തൃമതിയായ ഒരു സ്ത്രീയും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയും അതോടൊപ്പം തന്നെ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള സ്ത്രീയാണെന്ന് പറയും. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്ത്രീ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അങ്ങോട്ട് ചെന്നു എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവ് വെറുതെ പറയുന്നതല്ലോ, കൃത്യമായിട്ടുള്ള മൊഴികളിലെയും തെളിവുകളിലെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമുക്കറിയാം ആ ഒരു വാദം എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ ഈ പരാതിക്കാരി സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, അതായത് ശരിക്കും ഒരു മിനി ട്രയൽ തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ നടന്നിരുന്നത്. കാരണം ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് സാധാരണ സീനിയർ പ്രോസിക്യൂട്ടർമാർ വാദിക്കുന്നതിനേക്കാളെല്ലാം ഉപരി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അതായത് ശരിക്കും പ്രോസിക്യൂഷൻ്റെ ഏറ്റവും വലിയ ഹെഡായിട്ടുള്ള DGP വരെ നേരിട്ട് ഹൈക്കോടതിയിൽ വന്ന് വാദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും പ്രമാദമായ രീതിയിലേക്ക്, അതായത് പ്രോസിക്യൂഷൻ്റെ ഭാഗം അതിശക്തമായിട്ട് വാദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ DGP തന്നെ വന്ന് വാദിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗം വാദിക്കാൻ ശക്തമായിട്ടുള്ള രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ്സും സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൃത്യമായ വെളിച്ചത്തിൽ ഇവരെല്ലാം ഇരുഭാഗവും നിരത്തിയിരുന്ന തെളിവുകളിലും വാദപ്രതിവാദങ്ങളും മൊഴികളിലെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവർ ഈ പറഞ്ഞ ഡേറ്റുകൾ, അതായത് 27/1/2025 രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു, 27-ാം തീയതി 28-ാം തീയതി അവിടെ തന്നെ തങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ ഭർത്തൃമതിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും ആയിട്ട് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ആ ഭർത്താവ് മറ്റൊരു സുന്ദരിയായ അവിവാഹിതയായ ഒരു യുവതിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്ന് 2 ദിവസം അവിടെ താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പുരുഷനെയാണോ കുറ്റപ്പെടുന്നത്, ആ സ്ത്രീനെയാണോ ആ പെൺകുട്ടീനെയാണോ കുറ്റപ്പെടുന്നത്? ഏതാണ്ട് അതിന് സമാനം തന്നെയല്ലേ. അതായത് അവിവാഹിതനായ യുവാവായ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വിവാഹിതയായ അല്ലെങ്കിൽ ഭർത്തൃമതിയായ ഒരു സ്ത്രീ, അവർക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുണ്ട്, സമൂഹത്തിൽ അത്യാവശ്യം നല്ല സാംസ്കാരിക നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടി അങ്ങോട്ട് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ചെന്ന് അവിടെ അവർ 2 ദിവസം കിടക്ക പങ്കിട്ടതിന് ശേഷം പിന്നീട് പല ആവർത്തനങ്ങളും അവിടെ സംഭവിച്ചതായിട്ടും പറയുന്നു. ഇതിനെല്ലാം ശേഷം പിന്നെ ഏതോ സന്ദർഭത്തിൽ അവരുടെ അനുവാദമില്ലാതെ അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ട്? നിങ്ങളിത് കേട്ടോണ്ട് നിൽക്കുന്ന ഞാൻ പറയുന്നത് സമൂഹത്തിൽ നീതിബോധമുള്ള പൊതുസമൂഹത്തോടാണ് ഇത് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളോട് അല്ലെങ്കിൽ വനിതകളോട് യുവതികളോട്. നിങ്ങൾ 1% നീതിബോധമുള്ള സ്ത്രീകൾ, വനിതകൾ, യുവതികൾ ഇതൊന്നും കേട്ടിട്ടൊന്ന് പറയണം. ഇതിനകത്ത് 1% ലോജിക്കുണ്ടോ? ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി ഇതിന് മറുപടി പറഞ്ഞെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് അവരുടെ ഗർഭാലോസിപ്പിക്കുക, നിർബന്ധ ഗർഭചിത്രം നടത്തിയെന്നുള്ളതാണ്. അതിലും കോടതി കൃത്യമായിട്ട് തെളിവുകൾ സഹിതം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഗർഭിണിയായതിനു ശേഷം രാഹുൽ മാക്കൂട്ടത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്, ഇത് കളയാനായിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിസിൻ കണ്ടെത്തേണ്ടതുണ്ട്, അത് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്നുള്ള നിലയിൽ ഈ പരാതിക്കാർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ 2 ഭാഗം ഫ്ലോപ്പായില്ലേ. പിന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ SSPക്ക് ഈ രാഹുൽ മാക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി അകറ്റി നിർത്തേണ്ടതുണ്ട് ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കേസുകൾ ഇങ്ങനെ വലിപ്പിക്കുക. അങ്ങനെ വലിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വാർത്തയിൽ നിൽക്കും. രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്നു, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മറ്റൊരു കേസ് ഇവിടെ ജാമ്യം റദ്ദാക്കാനായിട്ട് കോടതിയിൽ നിൽക്കുന്നു. അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ നിഗൂഢമായ അല്ലെങ്കിൽ ക്രൂരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം അല്ലേ. ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ എന്താണെങ്കിലും ശരി, ഇതിന് വേണ്ടിയിട്ട് കുറേ അധികം വെള്ളം കോരി. നമുക്കറിയാം ഈ SSPക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പോലെയുള്ള മുന്നണി പോരാളികളായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ ഏകദേശം ഒരു 1/2 ഡസനോളം വരുന്ന സ്ത്രീകളും അവരുടെ ക്വാളിറ്റികളൊക്കെ നമുക്കറിയാമല്ലോ. അതിനകത്ത് ആ നടി എന്ന് പറയുന്ന സ്ത്രീ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ മാനസപുത്രിയാണെന്നും പ്രതിപക്ഷ നേതാവുമായിട്ട് മുൻജന്മ ബന്ധം വരെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഇവിടെ കിടപ്പുണ്ട്. മുൻജന്മ ബന്ധം. അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഭയങ്കര ആരാധനയാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്, എല്ലാം. ആരാധന മൂത്ത് എനിക്ക് അങ്ങേറ്റം ആരാധനയാണെന്ന് വരെ പറഞ്ഞു വെച്ച വീഡിയോസ് വരെ ഇവിടെ രംഗത്തുണ്ട്. അവർ തന്നെയാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനോട് പാതിരാത്രി പോലും കൂടെ പ്ലീസ് കം ടു ദ ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. അത്തരം വ്യക്തിത്വങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തിനെ പറ്റി പറയുന്നത്. സാമൂഹ്യ വിരുദ്ധരുമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിന് കൂട്ടുകെട്ടുണ്ട്, അല്ലെ ബന്ധമുണ്ടെന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവരെ പോലുള്ളവരായിട്ട് രാഹുൽ മാക്കൂട്ടം കൂട്ടുകൂടിയിട്ടില്ല, അല്ലെങ്കിൽ കൂട്ടുകൂടുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചതിൻ്റെ സാരാംശം. അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ആരാണ് സാമൂഹ്യ വിരുദ്ധരെ എന്നുള്ളത് പൊതുസമൂഹം ഒന്ന് വിലയിരുത്തുക. എത്രമാത്രം അപഹാസ്യമാണ്, എത്രമാത്രം നീചപ്രവൃത്തികളാണ് ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞു വെക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഈ രാഹുൽ മാക്കൂട്ടത്തെ ഇലക്ഷന് ഈ പ്രാവശ്യം UDF ക്യാമ്പിൽ ഇല്ല എങ്കിൽ കൃത്യമായിട്ടും പറയുന്നു, VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഈ പ്രാവശ്യം നിയമസഭയിലേക്ക് എത്തില്ല. അത് കൃത്യമായിട്ടുള്ള സന്ദേശമാണ്, പൊതുസമൂഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ്. കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്രയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും UDF ജയിക്കുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണകൂട ഭീകരത അതിഭയാനകമാണ്. പിണറായിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ കൊറിയൻ കിങ് ജോങ്ങിൻ്റെ പോലുള്ളൊരു ഭരണമാണ് ഇവിടെ. ഒരു രീതിക്കും ജനത്തിന് ഇവിടെ പൊറുതി മുട്ടി നിൽക്കുകയാണ്. ഒരു രീതിക്കും ഒരു സാമാന്യ ജനത്തിന് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും, അതുപോലെ തന്നെ ഇവിടുത്തെ അതിഭീകരമായ കൊള്ള, എല്ലാ മാഫിയകളിലെയും അഴിഞ്ഞാട്ടം, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഭരണം എല്ലാ രീതിയിലും പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷയോടുകൂടി കാണുന്ന പ്രതിപക്ഷത്തിലെ ഈ രാഹുൽ മാക്കൂട്ടത്തെ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാം എന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുന്നു, ആ സ്വപ്നം കാണുന്നവരാരും നിയമസഭയിലേക്ക് ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഏതായാലും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്, നിങ്ങളെ ഓരോരുത്തരും വിലയിരുത്തുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.